ഇത് ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്ത കേക്കാണ്. ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു അലുമിനിയം പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത് 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്ത് എടുക്കാം. ഇത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനു വേണ്ടി 1 കപ്പ് മൈദ, കൊക്കോ പൗഡർ, ഞാൻ ഡാർക്ക് കൊക്കോ പൗഡറാണ് ഇവിടെ എടുത്തേക്കുന്നത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതിത്രയും നന്നായിട്ട് നമുക്ക് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇത് 3 പ്രാവശ്യമാണ് ഞാൻ അരിച്ചെടുത്തേക്കുന്നത്. 3 പ്രാവശ്യം അരിച്ചെടുത്താൽ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. 3 പ്രാവശ്യം അരിച്ചെടുത്ത് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് 3 മുട്ട ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ജാറിൽ ഒരു തുള്ളി വെള്ളം പോലും കാണരുത്. നല്ല തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഈ മുട്ട അടിക്കാൻ വേണ്ടിയിട്ട്. മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഒരു 3 ഡ്രോപ്പ് വാനില എസൻസ്, ഒരു 2 ടേബിൾ സ്പൂൺ തൈര്. എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളത് ആയിരിക്കണം. ഇനി ഇത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് കൊണ്ടുവരാം. എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് പഞ്ചസാര അതിലോട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഈ മിക്സി ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്ത് എടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കുറേശ്ശെ വേണം ഫോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി. ഇത് കുറേശ്ശെ ഇട്ട് 2-3-4 പ്രാവശ്യമായിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് എടുക്കാം. ഇത് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇത് ഫോൾഡ് ചെയ്യുകയും വേണം. ഇത് മൊത്തം ഇട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കേക്ക് ടിന്നെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഗ്രീസ് ചെയ്ത് സൈഡിലും ഒക്കെ ആക്കി നമുക്ക് ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകും. ഇനി നമുക്ക് ഈ ഓവൻ സെറ്റപ്പിലോട്ട് പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 35-40 മിനിറ്റ് നമുക്ക് കൊടുക്കാം. ഈ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. വെച്ച് 35-40 മിനിറ്റ് ഇത് തുറന്ന് നോക്കാം. എന്നിട്ട് ഒരു സ്റ്റിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ഒന്നും കുത്തിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി ഇവിടെ ഇരുന്ന് നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് മോൾഡിൽ നിന്ന് മാറ്റി ഇതിനെ 3 ലെയറാക്കി എടുക്കണം. ഇനി ഇതിനെ 3 ലെയറാക്കി എടുത്ത് 3 പാത്രത്തിലാക്കി വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതുപോലെ 3 ലെയറാക്കി നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മുകളിലുള്ള ലെയർ അടിയിലുമാക്കണം, അടിയിലുള്ള ലെയർ മുകളിലും ആക്കി വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇവിടെ എടുത്തിരിക്കുന്നത് മോർഡി മിൽക്ക് കോമ്പൗണ്ടാണ്. ഇതിൻ്റെ ഇത്രയും ഭാഗം ഒരു 50 ഗ്രാം വരും. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റർ വെച്ച് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്രീം വിപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വിപ്പ് ചെയ്യുന്ന ബൗള് എപ്പോഴും ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ബ്ലൈഡും
ഗ്ലാസ് ബൗളും എപ്പോഴും നമ്മൾ ഫ്രീസറിൽ 1 മണിക്കൂറെങ്കിലും വെച്ചിട്ട് വേണം എടുക്കാൻ. എന്നാലേ നമ്മൾ വിപ്പ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വിപ്പായി വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതാണ് എടുത്തേക്കുന്നത്, ഗോൾഡൻ മാർക്ക്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ക്രീം ചീസും കൂടെ ഇതിൽ കൂടെ ആഡ് ചെയ്ത് വിപ്പ് ചെയ്യും. ഇതുപോലെ വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ കാണിച്ചാൽ വീഴാൻ പാടില്ല. നമുക്കിനി കുറച്ച് ക്രീം ഇതിലോട്ട് വെച്ചിട്ട് ആദ്യത്തെ ലെയർ എടുത്ത് വെച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം, എങ്കിലേ കേക്ക് നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഷുഗർ സിറപ്പ് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കുറച്ച് 1/4 കപ്പ് വെള്ളം എടുത്ത് ഒരു 4-5 സ്പൂണ് പഞ്ചസാരയും ഇട്ട് അതിനെ അലിയിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ചോക്കോ ചിപ്സ്, കുറച്ച് ചെറിയും കൂടെ ഇട്ട് കൊടുക്കുക. അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ എല്ലാം ഇനി 3 ലെയർ വയ്ക്കുന്നത് വരെയും ചെയ്ത് കൊടുക്കണം. ചോക്കോ ചിപ്സ് ഇട്ട് കുറച്ച് ചെറിയ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ലെയറും വെച്ച് ഇതുപോലെ ഷുഗർ സിറപ്പും വെച്ച് ഇനി ഇതുപോലെ ഒരു നൈഫ് വെച്ച് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഈ ക്രീമെല്ലാം കേക്കിലോട്ട് ആക്കി കൊടുക്കണം. ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇതിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് തുടയ്ക്കണം. ഇത് നന്നായിട്ട് ക്ലിയർ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ പുറത്ത് വയ്ക്കും. അതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ബട്ടർ പേപ്പർ നമുക്ക് ഈ കേക്കിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്ത് നമുക്ക് അതിൻ്റെ കേക്കിൻ്റെ മുകളിലത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് ഒന്ന് ഇതുപോലെ പൊടിച്ചെടുത്ത് അത് നമുക്ക് ഇങ്ങനെ ഇതുപോലെ എറിഞ്ഞു കൊടുത്താൽ മതി. അതിനുശേഷം ചെറിയൊരു സ്പൂൺ എടുത്ത് നമുക്ക് കുറേശ്ശെ എടുത്ത് ഇതുപോലെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം എടുത്ത് ഇതുപോലെ ഇതിൻ്റെ മേളിൽ ഒരു ചെറി വെച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.